വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലെ 6th ചാപ്റ്റർ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കാറുണ്ട്. പല എക്സാമുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലതിൽ ഒരുപാട് ഭാഗങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം കേന്ദ്രീകരിച്ച് വരുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യം എന്താണ് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ CVP അനാലിസിസ് എന്ത് എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, കോസ്റ്റ് ബിഹേവിയർ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് നമുക്ക് അറിയാം ഒരുപാട് തരത്തിൽ കോസ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഒരുപാട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറയപ്പെടുന്ന ചില കോസ്റ്റുകളുണ്ട്. അതൊന്ന് പരിചയപ്പെട്ടാലാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രോബ്ലം അതുപോലെ തന്നെ തിയറി പാർട്ടും എല്ലാം പഠിക്കാൻ എളുപ്പമാവുകയുള്ളൂ. എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ചുവടെ നൽകിയിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് which vary in proportion to changes in the volume of production or level of activity. നമുക്കറിയാവുന്ന ഒന്ന് തന്നെയാണ് എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, വിച്ച് വേരി ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ചസ് ഇൻ ദി വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ വല്ല മാറ്റവും വരുത്തുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ്റെ വോളിയത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. എന്തു തന്നെയാണെങ്കിലും ഈ പ്രൊഡക്ഷനിൽ നമ്മൾ വരുത്തുന്ന മാറ്റം എന്തിനെ ബാധിക്കുന്നുണ്ട്? ഇൻ ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ വേരി ദ കോസ്റ്റ് വിച്ച് വേരി ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ എന്നാണ്. പ്രൊഡക്ഷനിലുള്ള ചേഞ്ചസിൻ്റെ ആ ഒരു ആനുപാതികമായിട്ടുള്ള മാറ്റം അഥവാ ചേഞ്ചസ് എവിടെ ഉണ്ടാവുന്നുണ്ട്? കോസ്റ്റിലും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിലെ ലെവൽസിൽ വരുത്തുന്ന മാറ്റങ്ങളും കോസ്റ്റിൽ മാറ്റം വരുത്തുകയുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ആ ഒരു കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. വെൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് നമ്മൾ പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഔട്ട്പുട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്, വേരിയബിൾ കോസ്റ്റും അതോടുകൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആനുപാതികമായിട്ട്. ദെൻ വെൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഫാൾസ്, പ്രൊഡക്ഷൻ്റെ വോളിയം കുറയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഫാൾസ് പ്രൊപ്പോർഷനേറ്റ്ലി, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവും? കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് നമ്മളിപ്പോൾ ടോട്ടൽ യൂണിറ്റുകൾ പറയുന്ന സമയത്താണ് വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കുന്നത്. ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ കോസ്റ്റ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റുകളുടെ എണ്ണം വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് ചിലവായ കോസ്റ്റും നമ്മൾ നിർമ്മിച്ച പ്രൊഡക്റ്റും അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപയായി എന്ന് കിട്ടും. അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റിൻ്റെ വില നോക്കുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല എന്നർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോക്ക് നിർമ്മിക്കാൻ ഒരു ചോക്കിന് 1 രൂപയാണ് വരുന്നതെങ്കിൽ നമ്മൾ 10 ചോക്ക് നിർമ്മിക്കാൻ നമുക്ക് 10 രൂപ വരും. 100 ചോക്ക് നിർമ്മിക്കാൻ എത്ര വരും? 100 രൂപ വരും അല്ലേ? അപ്പോൾ നമ്മൾ 100 ചോക്കാണ് നിർമ്മിക്കാറ് സാധാരണഗതിയിൽ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയാണ്? 100 രൂപ. അപ്പോൾ നമുക്കിനി ഈ ചോക്കിൻ്റെ എണ്ണം കൂട്ടണം, 110 ആക്കണം എന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയായി മാറും? കോസ്റ്റും ആനുപാതികമായിട്ട് 110 ആയിട്ട് മാറും. അതാണ് നമ്മുടെ പ്രൊഡക്ഷനിൽ വരുത്തിയൊരു മാറ്റം. അതെന്തായി? നമ്മുടെ കോസ്റ്റിൽ വർധനവുണ്ടായി. ടോട്ടൽ കോസ്റ്റ് എത്രയായി? 100 ഉള്ളത് 110 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്? പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ക് നിർമ്മിക്കാൻ എത്ര രൂപയാണ്? 100 ചോക്ക് നിർമ്മിച്ച സമയത്ത് നമുക്ക് എത്ര രൂപയായിരുന്നു ഒരു ചോക്ക് നിർമ്മിക്കാൻ? 1 രൂപയായിരുന്നു അല്ലേ? അപ്പോൾ 110 ചോക്ക് നിർമ്മിക്കാൻ എത്ര രൂപയായി?
110 രൂപ. അപ്പോഴും എത്രയാണ് ഒരു ചോക്കിൻ്റെ വില എത്രയാണ്? 1 രൂപ തന്നെയുള്ളൂ. അതാണ് പറഞ്ഞത് പെർ വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ ഇൻക്രീസിലും ഡിക്രീസിലും ചേഞ്ചസ് വരാം, പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിട്ട് തുടരും. ദെൻ ഇറ്റ് ആൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. കാരണം എന്താ, ഈ ഒരു പ്രൊഡക്റ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റാണ് അവിടെ വേരിയബിൾ കോസ്റ്റായിട്ട് പരിഗണിക്കുന്നത്. ദെൻ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഏത് വേരിയബിൾ കോസ്റ്റിനുള്ള എക്സാമ്പിൾസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ പറയപ്പെട്ട ഐറ്റംസ് എല്ലാം പ്രൈം കോസ്റ്റ് എന്നുള്ളൊരു ടോട്ടൽ ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ എഴുതാൻ പറ്റുന്ന ഒന്നാണ്. പ്രൈം കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. അതോടുകൂടെ തന്നെ വേരിയബിൾ ഓവർഹെഡും നമ്മുടെ വേരിയബിൾ കോസ്റ്റിൽ വരുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇനി ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിക്സ്ഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ആ ഒരു കൺസെപ്റ്റ് അതൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ദ ബിഹേവിയർ ഓഫ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ടോട്ടലും എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്രാഫ് രൂപേണ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ഗ്രാഫാണ് ആദ്യമായിട്ട് നൽകിയത്. അതായത് ഒരു എക്സ് വൈ ആക്സിസുകളിൽ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റും അതുപോലെ തന്നെ കോസ്റ്റും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 രൂപയാണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ എന്തായി, കോസ്റ്റും വർദ്ധിച്ചു. ഇങ്ങനെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പോകുന്നത്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ 5 ആയപ്പോൾ കോസ്റ്റ് 10 ആണെന്ന് വെക്കുക. ദെൻ പ്രൊഡക്ഷൻ 5 ഉള്ളത് 10 ആക്കി, അപ്പോൾ എത്രയാണ്? കോസ്റ്റ് സെയിം തന്നെയാണ്. എല്ലായ്പ്പോഴും കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഓൾവേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഫിക്സ്ഡ് കോസ്റ്റ്. എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ആസ് ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ചസ്. നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറക്കുന്ന സമയത്ത് കോസ്റ്റിൽ മാറ്റം വരാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് പറയാമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ ഫാക്ടറിയിൽ ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 100, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ 100 ചോക്ക് നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ 50 ചോക്കാണ് നമ്മുടെ കമ്പനിയിൽ ഒരു ദിവസം നിർമ്മിക്കുന്നുള്ളൂ എന്ന് വെക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾവേസ് സെയിം തന്നെയാണ് ആ സമയത്ത്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുള്ള മെഷീനറിക്ക് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് തോന്നുന്നതാണ്, ഇപ്പോൾ 50 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് നമ്മുടെ മെഷീനിന് നല്ല കപ്പാസിറ്റി ഉണ്ട്, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഒന്ന് വർദ്ധിപ്പിക്കാം, ഒരു 50 ഉള്ളത് 80 ആക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെഷീൻ തന്നെ മതി അതും നിർമ്മിക്കാൻ, അല്ലേ? അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം വരുന്നില്ല. പിന്നീട് നമുക്ക് മാറ്റം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അധികമായിട്ട് നിർമ്മിക്കുന്ന ചോക്ക് 50 ആയിരുന്നു സാധാരണ നിർമ്മിക്കൽ, ഇനി ഒരു 30 കൂടി അഡീഷണൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ക് പൗഡറും മറ്റുമൊക്കെ വേണം, അതിന് വരുന്ന കോസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വേരിയബിൾ കോസ്റ്റിലേ മാറ്റം വരികയുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് അപ്പോഴും സെയിം ആയിട്ട് തന്നെ തുടരും. അതാണ് ഈ ഒരു ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വേജ്, സാലറി തുടങ്ങിയ ഐറ്റംസൊക്കെ സെയിം ആയിട്ടുള്ള കാറ്റഗറി തന്നെയാണ് വിടുന്നത്. ഓക്കെ, ദെൻ അതൊക്കെ ഒരു പ്രത്യേക സമയം വരെ എന്താണ് ഫിക്സ്ഡ് ആയിട്ട് തന്നെ തുടരും. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തന്നെ ഫിക്സ്ഡ് ആണെന്ന് പറയാം, പക്ഷേ അതൊക്കെ ഷോർട്ട് റണ്ണിലാണ്. അത് ചുവടെ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ലോങ് റണ്ണിൽ ഫിക്സ്ഡ് കോസ്റ്റും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ചുവടെ നൽകിയിട്ടുണ്ട്. When the volume of production increases or decreases, the total fixed cost remain fixed. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ, കോസ്റ്റ് ഓൾവേസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിട്ട് തുടരും. അത്രയും കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുക. ഹൗ ഹവർ ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം. എന്നിരുന്നാൽ ഇത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫിക്സ്ഡ് കോസ്റ്റ് സെയിം ആണ്, ഓൾവേസ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞ്
നിൽക്കാൻ നമുക്കൊരു പരിധി വരെയൊക്കെ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. നമ്മുടെ ചോക്ക് നിർമ്മാണ എൻജിൻ മെഷീന് 100 ചോക്ക് വരെ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 200 ചോക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുതിയ മെഷീനിലുള്ള കോസ്റ്റും നമുക്ക് വരും. അപ്പം ഫിക്സഡ് കോസ്റ്റ് അവിടെ ചേഞ്ചസ് വരാറുണ്ട്. അതാണ് പറയുന്നത്. ഹൗഎവർ ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം. ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലോങ് റണ്ണിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തണമെന്നൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ മാറ്റങ്ങൾ വരും. കാരണം എന്താ? നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ മെഷീനറിയും കാര്യങ്ങളൊക്കെ വാങ്ങും, അല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റിലും മാറ്റങ്ങൾ വരാറുണ്ട്. ദെൻ ഇറ്റ് ആൾസോ നോൺ ആസ് പീരീഡ് കോസ്റ്റ് ഓർ ടൈം കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിക്സഡ് കോസ്റ്റിനെ പീരീഡ് കോസ്റ്റ് എന്നോ ടൈം കോസ്റ്റ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തുടരുമെന്ന് പറഞ്ഞു. അത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റാണ് ഫിക്സഡ് ആയിട്ട് തുടരുക. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ അളവനുസരിച്ച് ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റംസിലുള്ള വേരിയബിൾ കോസ്റ്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് അവിടെയാണ്. വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലാണ് മാറ്റങ്ങൾ വരുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിട്ട് തുടരും. എന്നാൽ ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ സെയിം ആയിട്ട് തുടരുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യുന്നതും ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ദെൻ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഓൺലി ഇൻ ദി ഷോർട്ട് പീരീഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഷോർട്ട് പീരീഡിൽ മാത്രമേ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തുടരുകയുള്ളൂ. ലോങ് റേഞ്ചിൽ ഫിക്സഡ് കോസ്റ്റിലും മാറ്റങ്ങൾ വരാറുണ്ട്. ദെൻ അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫിക്സഡ് കോസ്റ്റ് ടോട്ടലും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെയും. ഫസ്റ്റ് ഗ്രാഫിൽ നൽകിയത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയാണ്. അത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് കോസ്റ്റിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, എത്രത്തോളം പ്രൊഡക്ഷൻ നമ്മൾ വർദ്ധിച്ചാലും കോസ്റ്റ് ഓൾവേസ് സെയിം. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിലോ നമ്മുടെ പ്രൊഡക്ഷൻ 5 ആയിരുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 100 രൂപയാണ് നമ്മുടെ ഒരു ഉദാഹരണമാണ്. 100 ഒരു ഉദാഹരണത്തിന് വേണ്ടി വരികയാണ്. ഒരു മെഷീൻ വാങ്ങാൻ 100 രൂപയാണ് നമുക്ക് വന്നതെന്ന് വെക്കുക. അതിൽ നമ്മൾ 10 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് എത്ര തന്നെയായിരുന്നു? 100 തന്നെ വന്നു. ഇനി നമ്മളതിൽ 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് കുറയ്ക്കാം അല്ലേ? കോസ്റ്റ് 1000 അല്ലേ? 10 യൂണിറ്റിനാകുമ്പോൾ ഓരോന്നിന് 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 വരുമായിരുന്നു. പക്ഷേ 20 കൊണ്ട് ഹരിക്കുമ്പോൾ അത് നമുക്ക് 5 ആക്കിയിട്ട് ചുരുക്കാൻ കഴിയും പെർ യൂണിറ്റ്. ഇവിടെ കുറഞ്ഞു. ഇനി ഇത് 30 ആണെങ്കിലോ വീണ്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് അങ്ങോട്ട് പ്രൊഡക്ഷൻ കൂടുമ്പോൾ വീണ്ടും ഫിക്സഡ് കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ 2 ഗ്രാഫിൽ നമുക്ക് കാണാനുള്ളത്. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് +2 പഠിച്ചിട്ടുണ്ടാകും, അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് എന്ന്. നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഇനി ഒരു പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് എക്സ്ട്രാ ആയിട്ട് വരുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ കോസ്റ്റ്. അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അവസാനമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുമ്പോഴേക്ക് അങ്ങനെ തന്നെയാണ് പഠിച്ചു വെക്കുക. അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിലേക്ക് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റാണോ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അഡീഷണൽ ഈ ഒരു മാർജിനൽ കോസ്റ്റിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വർധനവാണ് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വരിക. പക്ഷേ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വർധനവിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, ചേഞ്ചസിനെയാണ്. അതായത് ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസ് ആയിക്കോട്ടെ ഡിക്രീസ് ആയിക്കോട്ടെ, പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നതിലൂടെ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താലും
ടോട്ടൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്താലും ആ ഒരു ഡിക്രീസിൻ്റെയും ഇൻക്രീസിൻ്റെയും എമൗണ്ട് എത്രയാണോ അതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇൻക്രീസ് തന്നെ വേണമെന്നില്ല എന്ന് സാരം. അപ്പോൾ ഇൻക്രീസ് ആയാലും അഡീഷണൽ കോസ്റ്റിൽ ഇൻക്രീസ് വന്നാലും ഡിക്രീസ് വന്നാലും അതെന്ത് തന്നെയാണ്, മാർജിനൽ കോസ്റ്റാണ്. അത് ചുവടെ നൽകിയിട്ടുണ്ട്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ലണ്ടൻ ഡിഫൈൻ മാർജിനൽ കോസ്റ്റ് ആസ് ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് by which aggregate costs are changed if the volume of output increased or decreased by 1 unit. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ആയിക്കോട്ടെ, കൂട്ടുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ നമുക്ക് കുറക്കുന്ന സമയത്തായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ദ എമൗണ്ട് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ്, അതിൻ്റെ അഗ്രഗേറ്റ് കോസ്റ്റും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അഗ്രഗേറ്റ് ആ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർജിനൽ കോസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കും. കാരണം എന്താ, ഈ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടി വരുന്ന സമയത്ത് ഈ മാർജിനൽ കോസ്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കൂടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിലല്ല മാറ്റം വരുന്നത്, വേരിയബിൾ കോസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം. ബിക്കോസ് ആൻ ഇൻക്രീസ് ഓഫ് 1 യൂണിറ്റ് ഈസ് ഇൻ പ്രൊഡക്ഷൻ വിൽ കോസ് ആൻ ഇൻക്രീസ് ഇൻ വേരിയബിൾ കോസ്റ്റ് ഓൺലി. വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നുള്ളൂ, ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്നില്ല എന്ന് നമ്മൾ കാണിച്ചു. ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം വരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, ലോങ് റേഞ്ചിൽ ഫിക്സ്ഡ് കോസ്റ്റിൽ വരും. ഓക്കെ, അത് നമുക്ക് കൂടുതലായിട്ട് ഈ പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് പഠിക്കാം. നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദെൻ മാർജിനൽ കോസ്റ്റ് കാണാനുള്ളൊരു ഇക്വേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ മൂന്നും ചേർന്നാൽ നമുക്കൊരു പേര് വിളിക്കാം, എന്താണ്, പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ആ പ്രൈം കോസ്റ്റിലേക്ക് വേരിയബിൾ ഓവർഹെഡും കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും, മാർജിനൽ കോസ്റ്റ് ലഭിക്കും. അതാണ് അവിടെ നൽകിയത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് ആണ് എന്ത്, മാർജിനൽ കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് ആണ് എന്ത്, മാർജിനൽ കോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പഠിച്ചു. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് അടുത്തത്, മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് whereby മാർജിനൽ കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ടെക്നിക്കിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻ ദിസ് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ടെക്നിക്കാണെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ടെക്നിക്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ളൊരു കോസ്റ്റ് ടെക്നിക്കിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് തന്നെ വിളിക്കുന്നത്. ദെൻ വൈൽ ഫിക്സ്ഡ് കോസ്റ്റ് ആർ റിട്ടൺ ഓഫ് അഗേൻസ്റ്റ് ദി ഫണ്ട് കാൾഡ് കോൺട്രിബ്യൂഷൻ. അതായത് കോൺട്രിബ്യൂഷൻ ആണ് പിന്നീട് നമ്മൾ ഈ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് റിട്ടൺ ഓഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. ഇതിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് വിളിക്കാറുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻ ഷോർട്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റിൻ്റെ ഇടയിലൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റിലേക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതാണ് മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ദെൻ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കുക. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളതാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ മാർജിനൽ ഡിസിഷൻ മേക്കിംഗ്, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇതൊരു കോസ്റ്റിംഗ് മെത്തേഡല്ല, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് വീതിച്ച് നൽകുന്ന ഒരു മെത്തേഡല്ല, പക്ഷെ എന്താണ്, ടെക്നിക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സഹായിക്കുന്നൊരു ടെക്നിക്കാണ്. ദെൻ മറ്റൊന്ന്,
ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു പ്രൊഡക്റ്റ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ രണ്ടിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വേരിയബിൾ പോർഷൻ മാത്രമേ പ്രൊഡക്റ്റിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മറ്റൊന്ന്, ഫിക്സ്ഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ആ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രൊഡക്റ്റിലേക്ക് നൽകുന്നതിന് പകരം എവിടെയൊക്കെ ചെയ്യുന്നത്, അവസാനം പ്രോഫിറ്റിലേക്ക് ആ ഒരു വർഷത്തേക്ക് മൊത്തത്തിലുള്ളത് ചേർക്കുകയാണ് ചെയ്യാറ്. ദെൻ ദ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഇവ ഏതെങ്കിലും ഒന്നാണ് ഈ ഒരു സ്റ്റോക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദെൻ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ആണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവും, അതാണ് അവിടെ നൽകിയത്. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പഠിച്ച് വെക്കുക. അത് ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസിക്കൽ ടു കോൺട്രിബ്യൂഷൻ. നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യാനായിട്ട് വരാറുണ്ട്. ദെൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ നമുക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റിയൊക്കെ അസർട്ടൈൻ ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസാന പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തിയറി പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്, കുറച്ചുകൂടി തിയറി വരുന്നുണ്ട്. എങ്കിൽ നാളെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.